നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന് നേരെ അതിരൂക്ഷമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ഒരു വഴിക്കൂടെ ആക്രമിക്കുന്നു, അമേരിക്ക മറ്റൊരു വഴിക്കൂടെ ആക്രമണം ശക്തമാക്കുന്നു. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ആകാശത്ത് ഇസ്രയേലിന്റെ സംഹാര താണ്ഡവമാണ്. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇറാന്റെ പടക്കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് സമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ഒരു 4 ദിവസത്തിനുള്ളിൽ ഈ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു യുദ്ധമുണ്ട്. യുക്രൈൻ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് പിടിക്കുമെന്ന് പറഞ്ഞായിരുന്നു റഷ്യ യുദ്ധം തുടങ്ങി വെച്ചത്. 3 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഈ നടക്കുന്ന യുദ്ധവും വർഷങ്ങൾ പോകുമോ എന്നുള്ളൊരു ഭയം. കാരണം കീഴടങ്ങാൻ അമേരിക്ക പറയുമ്പോൾ അതിന് സൗകര്യമില്ല എന്നുള്ള നിലപാട് ഇറാൻ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി, ഇന്നിപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ വലിയൊരു പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് LPGയുടെ പലയിടത്തും ക്ഷാമമാണ്. ഹോട്ടലുകൾ പൂട്ടേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പെട്രോളിൻ്റെ വില കുത്തനെ ഉയരുമോ എന്നുള്ള ഒരു വലിയ ഭയമാണ് ജനങ്ങളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഇറാനിലെയും ഇസ്രയേലിലെയും ജനങ്ങളുടെ അവസ്ഥ, അതായത് എന്തും സംഭവിക്കാമെന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞത്, ഇറാന് വലിയ തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇറാന് വലിയ തിരിച്ചടികളാണ് കടലിലും ആകാശത്തും ഏൽക്കുന്നത്. ഇനി ഒരു കരയുദ്ധം കൂടി ഉണ്ടായാൽ അത് ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അപ്പുറത്തേക്ക് മാറിപ്പോകുമെന്നുള്ളതാണ് വലിയൊരു ആശങ്ക. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 2-3 വർഷത്തേക്ക് നീങ്ങുമോ എന്നുള്ളൊരു ആശങ്ക പറഞ്ഞല്ലോ. റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണെങ്കിൽ ആ ഒരു വലിയ പ്രശ്നം ഇല്ല എന്ന് പറയാം. കാരണം അത് റഷ്യയും യുക്രൈനുമായിട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇറാൻ യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറാൻ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയോടല്ല, അമേരിക്കയുടെ സൈനിക ആസ്ഥാനങ്ങളിലേക്കാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ വരുന്നു. അപ്പോൾ ഏതെങ്കിലും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണം അല്ലെങ്കിൽ യുദ്ധമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇത് പല രാജ്യങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ കേരളത്തിലേക്ക് വരെ ഈ പറഞ്ഞ പോലെ വീടുകളിൽ അടുപ്പ് കത്തിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്ന രീതിയിലേക്ക് യുദ്ധം 12 ദിവസം കൊണ്ട് തന്നെ എത്തിയിരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം 3 വർഷം നീണ്ടുനിന്നു. അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഇപ്പോൾ ഈ ഇറാൻ ഇസ്രയേൽ US ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത് വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇറാനെതിരെ നല്ല ആക്രമണം US മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാന്റെ കപ്പലുകൾ തകർത്തിരിക്കുകയാണ് US. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ഇറാന്റെ 16 പടക്കപ്പലുകളാണ് US ആക്രമിച്ച് തകർത്തത്. കാരണം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി പോകുന്ന എല്ലാ കപ്പലുകളെയും തകർക്കാനായിട്ടാണ് ഈ മൈനുകൾ വെക്കുന്നത്. അങ്ങനെയുള്ള 16 കപ്പലുകളെയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള ഇറാൻ ആക്രമിച്ചു, അതായത് ഹോർമുസിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ നമുക്കറിയാം. എണ്ണയുമായി വന്ന കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിലെ പോകുന്ന ഏത് കപ്പലും തങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇറാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ നാവിക കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ കപ്പലുകൾ തകർക്കുന്ന വീഡിയോ എല്ലാം US സെൻട്രൽ കമാൻഡ് എക്സ് പേജിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ മൈനുകളും ഉടനടി നീക്കം ചെയ്യുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തായ് കപ്പലുകൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത്, അത് ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറാൻ വെറുതെ ഇരിക്കുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഖത്തറൊക്കെ ശരിക്കും പറഞ്ഞാൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് നിന്നിരുന്ന രാജ്യമാണ്. പക്ഷേ ഖത്തറിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. ബഹ്റൈൻ, ഒമാൻ, UAE, ദുബായിൽ ഇപ്പോൾ ആക്രമണം നടന്നിട്ടുണ്ട്. ഇതുപോലെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിലൊരു ഇന്ത്യക്കാരനുണ്ട്. 2 പേര് ഖാന സ്വദേശികളാണ്, ഒരാൾ ഇന്ത്യക്കാരനാണ്. ഇപ്പോൾ ഒരു ആക്രമണം ദുബായ് വ്യോമതാവളത്തിന് അടുത്തേക്ക് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഗൾഫ് രാജ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ജോലിക്കായി എത്തുന്ന സ്ഥലമാണ്. നമ്മുടെ എത്രയോ ആൾക്കാരാണ്, ലക്ഷക്കണക്കിന് പ്രവാസികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ലോകത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി ഇപ്പോൾ ഈ യുദ്ധം മാറിയിരിക്കുകയാണ്. ഇടയ്ക്ക് മധ്യസ്ഥ ചർച്ചകൾക്ക് പല രാജ്യങ്ങളും തയ്യാറെടുത്തുവെങ്കിലും തങ്ങൾക്ക് അതൊന്നും ചെവിക്കൊള്ളാൻ ഇറാനോ ഇസ്രയേലോ തയ്യാറായി
തയ്യാറായിട്ടില്ല. അമേരിക്ക ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ യുദ്ധം അവസാനിക്കുന്നു എന്നാണ്. എന്നാൽ ഇറാൻ അതിന് മറുപടി കൊടുത്തത് എന്താണ്? യുദ്ധം തുടങ്ങിയത് നിങ്ങളായിരിക്കും, പക്ഷേ ഇത് അവസാനിപ്പിക്കുന്നത് അത് അവസാനിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരു ഇഞ്ച് പോലും പിന്നോട്ടേക്ക് പോകാൻ ഇരു കൂട്ടരും തയ്യാറല്ല. കാരണം ഇറാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇപ്പോൾ പരമോന്നതനായിട്ട് ഇപ്പോൾ മൊജ്തബ വന്നതോടുകൂടി ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു മൊജ്തബയും ആക്രമിക്കപ്പെട്ടു എന്നൊരു ആശങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അല്ല, ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ഔദ്യോഗികമായി പറഞ്ഞു അദ്ദേഹത്തിന് പരിക്ക് സംഭവിച്ചു. പക്ഷെ എങ്കിൽ പോലും അതിനെ യുദ്ധത്തിനെ പിന്നാക്കം വെക്കുന്ന ഒരു കാര്യമായിട്ട് അവരത് എടുത്തിട്ടില്ല. കാരണം ഒരു ഖമനേയി പോയാൽ അടുത്ത ഖമനേയി, അതല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ള നിലയിലും യുദ്ധം മാറ്റില്ല എന്ന രീതിയിലാണ് ഇറാൻ. നമ്മളിവിടെ മുജ്തബയിലേക്ക് വരുമ്പോൾ ഈ ആയത്തുള്ള അലി ഖമനേയിയുടെ ഒരു പിൻഗാമി എന്ന് നമുക്ക് അയാളെ പറയാൻ കഴിയില്ല. കാരണം പെട്ടെന്ന് ഒരു നേതൃത്വം നഷ്ടപ്പെടുന്നു, പെട്ടെന്ന് അടുത്തൊരു നേതൃത്വത്തെ കാണിക്കണമെന്നുള്ളത് കൊണ്ട് മുജ്തബയെ ഉയർത്തി കാണിക്കുന്നു. കാരണം കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട് മുജ്തബയെ കൊണ്ടുവരും. പക്ഷേ ഇറാനിലെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർക്ക് മുജ്തബയെ അത്ര താല്പര്യമില്ല. കാരണം ഇയാൾ മതപഠനമൊന്നും കൃത്യമായി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചാവേറാക്കി മുജ്തബയെ ഇറക്കി എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോഴുള്ള ഭരണകൂടം ഇപ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത് മുജ്തബ ഖമനേയി ഒന്നുമല്ല. മുജ്തബ ഖമനേയിക്ക് ആവശ്യം ഇറാന്റെ പരമോന്നത കസേര വേണമെന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇറാനെ അങ്ങ് ഉന്നമനത്തിലേക്ക് എത്തിക്കാമെന്നുള്ള ചിന്തയൊന്നുമല്ല. കാരണം എങ്ങനെയാണോ ഖമനേയി അതിനേക്കാൾ കുറച്ചുകൂടി കടുംപിടുത്തക്കാരനാണ് മുജ്തബ. അല്ല, പക്ഷെ നമ്മൾ ഇവിടെ ഇസ്രയേലും അമേരിക്കയും ഭയക്കുന്നത് ഈ പറയുന്ന മുജ്തബയെ അല്ല. മുജ്തബയെ ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഇന്ന് തീർക്കാമെന്നുള്ളതാണ് അവരുടെ ഒരു രീതി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഖമനേയിയുടെ യഥാർത്ഥ വിഷൻ എന്തായിരുന്നു, അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കൃത്യമായി അറിയാവുന്ന, അത് നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോഴും കൃത്യമായി പണിയെടുക്കുന്ന മറ്റ് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ബാക്കിയുണ്ട്. അത് ഒന്ന് ഈ പറയുന്ന ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ്, മറ്റൊരാൾ അലി ലാരിജാനിയാണ്. അത് ആയത്തുള്ള അലി ഖമനേയിയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെയാണ് കൃത്യമായി ഖമനേയി എന്തൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്, പ്രവൃത്തികൾ എവിടം വരെയൊക്കെ ചെയ്തു വെച്ചു, അതായത് ഖമനേയിയുടെ ഒരു തലച്ചോറെന്ന് വേണം ഇരുവരെയും പറയാൻ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അലി ലാരിജാനിയുടെ ഓഫീസിന്റെ അടുത്ത് വരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ പറയുന്ന മുജ്തബ ഖമനേയി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുമില്ല എന്നുള്ള ഒരു തരത്തിലേക്ക്, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഖമനേയി ബാക്കി വെച്ചത് ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങാൻ ഒരു ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഇസ്രയേലിന്റെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു വിവരം, അവശേഷിക്കുന്ന ഇറാൻ ഭരണകൂടത്തിലെ ഖമനേയി ശിങ്കിടികളെ, അതായത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കൂട്ടരെ ആക്രമിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ. അപ്പോൾ അത്തരത്തിലും ചില കാര്യങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ഇസ്രയേൽ ഒരു വഴിക്കൂടെ ആക്രമണങ്ങൾ, ഖമനേയി മരിച്ചിട്ടും കൊല്ലപ്പെട്ടിട്ടും ഇസ്രയേൽ ഒരു തരത്തിലും ആക്രമണം കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം ഇസ്രയേലിന് അപകടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ ഇപ്പോഴും ആ ഭരണ നേതൃത്വത്തിൽ ഉണ്ട് എന്നവർക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഒരു ഇഞ്ച് പോലും ആക്രമണം കുറയ്ക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. കാരണം ആദ്യം പറഞ്ഞിരുന്നു ഭരണമാറ്റമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അന്ന് ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യം കൈവരിച്ചു എന്ന് പറയാം, ഖമനേയി മാറി. പക്ഷേ ഇപ്പോഴും ഭരണമാറ്റം അവിടെ നടന്നിട്ടില്ല. വീണ്ടും അതേ ഭരണത്തിൽ തന്നെയാണ് തുറന്നുകൊണ്ട് പോകുന്നത്. ഈ ഭരണമാറ്റം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഭരണമാറ്റം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇറാനിൽ. കാരണം ഇറാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യത്ത് നമ്മൾ സിറിയയിലെ അവസ്ഥ കണ്ടതാണ്. സിറിയയിൽ വിമത സംഘങ്ങളാണ് ഒരുപാടുള്ളത്, അങ്ങിങ്ങായിട്ടെല്ലാം ഓരോരോ ഗ്രൂപ്പുകളായിട്ട് വിമത സംഘങ്ങളാണ്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇറാൻ എന്ന് പറയുന്നത്. കാരണം ഒരു സംഘമല്ല അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്ന ഒരു കൂട്ടർ അവിടെയുണ്ട്, എന്നാൽ അലി ഖമനേയിയുടെ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ഒരാൾക്കാർ അവിടെയുണ്ട്, വിമത ഗ്രൂപ്പുകളുണ്ട്, കുർദുകളുണ്ട്. അപ്പോൾ ഈ കുർദുകളൊക്കെ അമേരിക്കയുടെ സംരക്ഷണയിൽ കഴിയുന്നവരാണ്. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ആഭ്യന്തര കലാപത്തിന് ഇറങ്ങി പുറപ്പെടും, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ വാദിച്ച് രംഗത്തേക്ക് വരും. എങ്കിലും അതിനെ അടിച്ചമർത്താൻ മറ്റൊരു കൂട്ടർ അവിടെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ഭരണമാറ്റം കൊണ്ടുവന്നാലും റസാ പഹ്ലവിക്കൊന്നും തിരികെ അവിടെ വന്നു കഴിഞ്ഞാൽ ജീവൻ ഒരു ഗ്യാരണ്ടിയും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അയാളൊക്കെ വധിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ അലി ഖമനേയിയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ ജനത അവിടെ ഉണ്ട്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ
തൊട്ടപ്പുറത്ത് ആ മതഭരണകൂടത്തെ അംഗീകരിക്കുന്ന വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട്. അപ്പോൾ ഭരണമാറ്റം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈ വെനസ്വേലയിൽ നടത്തിയതുപോലെയുള്ള നീക്കം അത് ഇറാനിൽ അത്ര എളുപ്പമല്ല. അതാണൊരു വസ്തുത. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പേടിപ്പെടുത്തുന്ന മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. കൈവശമുള്ള യുറേനിയം എല്ലാം ഉപയോഗിച്ച് ആണവ ബോംബിന് പകരം ഡർട്ടി ബോംബ് നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള അത്രയും വലിയ യുറേനിയം അവരുടെ കയ്യിലില്ല. 60% സമ്പുഷ്ടീകരണമേ ഉള്ളൂ. 90% ആണെങ്കിലേ ആണവ ബോംബ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഉള്ളത് വെച്ചിട്ട് ഈ ഡർട്ടി ബോംബ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡർട്ടി ബോംബ് ഇറാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെ ഇപ്പോൾ വിശ്വസിക്കുന്നത്. CIA, മൊസാദും എല്ലാം സംശയിക്കുന്നതും അത് തന്നെയാണ്. കാരണം ഈ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവർ കാണാൻ വേണ്ടി വെക്കുമെന്ന് തോന്നുന്നില്ല. ഇത്രയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ആ യുറേനിയം അവർ ഉപയോഗിക്കാതിരിക്കില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ അല്ലെങ്കിൽ ഗൾഫ് മേഖലകളിലേക്ക് അത് ഉപയോഗിക്കുമോ എന്നുള്ള വലിയൊരു ഭയമൊന്നുണ്ട്. ഡർട്ടി ബോംബ് ഉപയോഗിച്ചാൽ മരണമൊന്നും സംഭവിക്കില്ല. പക്ഷേ ആ ഭാഗങ്ങളിലെല്ലാം വലിയ സ്ഫോടനം ഉണ്ടാകും. അതുപോലെ തന്നെ മാലിന്യങ്ങൾ ധാരാളം വീഴും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. മരണം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അത് മനുഷ്യനെ മറ്റൊരു തരത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഡർട്ടി ബോംബുകൾ ഉപയോഗിക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അത് ഉപയോഗിക്കുമെന്നുള്ള ഒരു ഭയമുണ്ട്. നമ്മൾ മറ്റൊരു കാര്യം ഇപ്പോൾ കേൾക്കുന്നത് ഉത്തര കൊറിയ സഹായിക്കാൻ പോകുന്നു എന്ന്. അപ്പൊ ഡർട്ടി ബോംബല്ല, യഥാർത്ഥ ബോംബ് തരാമെന്ന് പറഞ്ഞിട്ട് കിം ജോങ് ഉൻ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് അതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യം. ഇപ്പോൾ പറയുന്നത് വെറും 72 മണിക്കൂർ മതി, ഞങ്ങൾ റഷ്യ വഴി വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള അണുബോംബ് തന്നേക്കാം എന്ന്. അതാണെങ്കിൽ അവർ പരീക്ഷണം എല്ലാം നടത്തിയിരുന്നു. ഇവിടുന്ന് ഇറാനിൽ നിന്ന് മിസൈലുകളെല്ലാം ഇടുമ്പോൾ വളരെ ഉത്സുകിതനായിട്ടാണ് കിം നിന്നിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങ് യുദ്ധം ചെയ്യാൻ തരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇറാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അണുബോംബ് തന്നേക്കാമെന്ന് കിം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിമ്മാണത് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഭയക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ, സ്ഥിരീകരണം വന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മാധ്യമങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അങ്ങ് ഇറാനെ സഹായിക്കാൻ മാത്രമായിട്ടുള്ളൊരു നീക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ച ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവന നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഇറാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഇറാൻ എല്ലാം അടിച്ച് തകർത്ത് ഞങ്ങളുടെ കൈപ്പിടിയിലാക്കി കഴിഞ്ഞാൽ ഇനി ക്യൂബയാണെന്ന് ഒരു മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വായിൽ നിന്ന് വന്നു. ക്യൂബയാണ് എന്ന് ഈ പറയുന്ന ട്രംപ് പറയുമ്പോൾ അവിടെ നിന്ന് ഉത്തര കൊറിയയിലേക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭയം, കാരണം അമേരിക്കയ്ക്ക് കൈവയ്ക്കാൻ ഭയമുള്ള ഒരു രാജ്യം തന്നെയാണ് ഉത്തര കൊറിയ. ഈ പറഞ്ഞ പോലെ തന്നെ കിം ജോങ് ഉന്നിൻ്റെ ഈ പറയുന്ന ഈ ഒറ്റബുദ്ധി കാരണം തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് അടിച്ചു തീർക്കാനുള്ളതേ ഉള്ളൂ ഉത്തര കൊറിയ എന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഈ ബുദ്ധിയുള്ള ആൾക്കാരുടെ കാര്യവും കൂടി ഒന്ന് പറയണമല്ലോ. കാരണം അങ്ങനെ ഒരു ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളൊന്നും അല്ല കിം ജോങ് ഉൻ. അയാൾക്ക് അപകടം വരുന്നു, അപകടം തൻ്റെ രാജ്യത്തിന് നേരെ ഉണ്ടാകാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതറ്റം വരെയും അതാണ് നമ്മൾ കാണേണ്ട ഒരു അമേരിക്ക അമേരിക്ക എന്തുകൊണ്ട് ഉത്തര കൊറിയയെ ഭയക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് കാണേണ്ടതാണ്. ആദ്യ തവണ ട്രംപ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ദക്ഷിണ കൊറിയയോട് വലിയൊരു അടുപ്പമാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ദക്ഷിണ കൊറിയയെ ഉത്തര കൊറിയയെ ആക്രമിക്കാൻ എല്ലാ സഹായങ്ങളും അമേരിക്കയിൽ നിന്ന് വരുന്നോ എന്നുള്ളൊരു വലിയ സംശയം തോന്നിയ സമയത്ത് കലിപൂണ്ടിറങ്ങിയ ഉത്തര കൊറിയൻ ഭരണാധികാരി അന്ന് ട്രംപിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഒരു ക്രിസ്മസ് സമയത്താണ് ഞങ്ങൾ ട്രംപിനൊരു ക്രിസ്മസ് സമ്മാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പരീക്ഷണം നടത്തി, മിസൈലിൻ്റെ പരീക്ഷണം നടത്തി. തൊട്ടടുത്ത 4ാമത്തെ ദിവസം ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി അതിൻ്റെ 4ാം ദിവസം ട്രംപ് ഉത്തര കൊറിയയിലെത്തി കിം ജോങ് ഉന്നുമായിട്ട് ചർച്ച നടത്താൻ, സമാധാന ചർച്ച. ആ സമാധാന ചർച്ച നടത്തിയതിന് ശേഷമാണ് ട്രംപ് തിരികെ പോയത്. അതാണ് പറയുന്നത്, ഉത്തര കൊറിയ എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടെ ഒരു ഒറ്റബുദ്ധിക്കാരനായ ഒരു ഭരണാധികാരിയാണുള്ളത്. അയാളുടെ രാജ്യം സംരക്ഷിക്കാൻ, അയാളുടെ കോട്ട സംരക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ റഷ്യയെ പോലെയൊന്നും ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പാക്കുന്ന, പിന്നീട് ലോകത്തിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഉത്തര കൊറിയയ്ക്ക് എന്ത് സംഭവിക്കും, കിം ജോങ് ഉന്നും എന്ത് സംഭവിക്കും, ഇതൊന്നും തന്നെ
ആ നിമിഷത്തിൽ കിമ്മിന് ബാധകമേ അല്ല. എന്താണോ അപ്പോൾ തോന്നിയത് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന ക്യൂബയെ ആക്രമിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉത്തര കൊറിയയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം അവർക്ക് എതിരായിട്ടുള്ള രാജ്യങ്ങളെ പല രീതിയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജി അമേരിക്ക പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ള സംശയം ഉത്തര കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട്. മാത്രമല്ല ഉത്തര കൊറിയ ഒരു ആണവ രാഷ്ട്രമാണ്. പക്ഷേ അവരുടെ ആണവ കേന്ദ്രങ്ങൾ എവിടെയാണ്? ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതൊക്കെ മുക്കിന്റെ മൂലയിലും വരെ ആണെന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ ഏകദേശം അറിയാം. ഇനി ഉത്തര കൊറിയയിലേക്ക് വരികയാണെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പൂർണ്ണമായി കണ്ടുപിടിക്കാൻ CIA കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല CIA പലതവണയാണ് ഉത്തര കൊറിയയ്ക്ക് മുകളിലൂടെ പാറി പറന്നിട്ടുള്ളത്. രഹസ്യ വിവരങ്ങൾ ചൂണ്ടുന്നതിന് ചാരവിമാനങ്ങൾ പലതവണയാണ് ആ മേഖല കവർ ചെയ്തു പോയത്. പക്ഷേ എവിടെയാണെന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഈ പറയുന്ന അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല. അമേരിക്കയ്ക്ക് അറിയാം, കൃത്യമായിട്ടറിയാം ഉത്തര കൊറിയയിൽ ആണവ പരീക്ഷണങ്ങൾ വലിയ രീതിയിലാണ് നടക്കുന്നത്. ഈ പറയുന്ന പോലെ തന്നെ രാജ്യം പട്ടിണി കിടക്കുകയാണെങ്കിലും ആണവ മിസൈൽ പരീക്ഷണങ്ങളൊക്കെ ശക്തമായി നടത്തുന്ന നേതാവാണ് ഉത്തര കൊറിയ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഉത്തര കൊറിയയെ കൂടുതൽ അങ്ങ് പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. ഈ പറയുന്ന ബുദ്ധിലേശം കുറവാണെങ്കിലും ഉത്തര കൊറിയയിൽ ചില വിചിത്ര ആചാരങ്ങൾ, അതായത് ഉത്തരവുകളൊക്കെ കിം ജോങ് ഉൻ പുറപ്പെടുവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോകം മുഴുവൻ ഉത്തര കൊറിയയെ എന്തോ ഒരു ഭീകര രാജ്യം, ഒരു ഭീകര ഭരണാധികാരി അങ്ങനെയൊക്കെ ആയിട്ടാണ് കരുതുന്നത്. പക്ഷേ ഈ പർവ്വതീകരിച്ച് കാണിക്കുന്നതിൻ്റെ അത്ര വലിയ ഒരു ഭീകരമായ അവസ്ഥയൊന്നും അവിടെ ഇല്ല. ഈ ഉത്തര കൊറിയയ്ക്ക് നമ്മൾ പറയുന്നു ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത രാജ്യം, അങ്ങനെയൊന്നുമല്ല. അവർക്ക് സ്വാതന്ത്ര്യം അതൊക്കെ അവർക്കുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയ്ക്ക് അവരുടെ കൺമുന്നിൽ കരടായി തോന്നുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ ശത്രുവായി ചിത്രീകരിക്കാനുള്ള ഒരു കഴിവ് അത് അമേരിക്കയ്ക്ക് കൃത്യമായുണ്ട്. നമ്മൾ സദാം ഹുസൈൻ്റെ കാര്യത്തിലും ഗദ്ദാഫിയുടെ കാര്യത്തിലുമൊക്കെ നമ്മളത് കണ്ടതാണ്. അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി. ഇറാഖിൽ ആണവ പരീക്ഷണങ്ങൾ നടന്നു, ആണവ ബോംബുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സദാം ഹുസൈനെ വേട്ടയാടി തീർത്തത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു അവിടെ എവിടെയാണ് ആണവ പരീക്ഷണം നടന്നത് എന്നുള്ളൊരു ചോദ്യം പിന്നീട് അമേരിക്കയ്ക്ക് നേരെ ഉയർന്നു വന്നതാണ്. അപ്പോൾ ഈ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു സ്ട്രാറ്റജി അത് അമേരിക്കയുടെ കാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് അവരുടേത്. പക്ഷെ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. ഒട്ടും ഈ പറഞ്ഞതിൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഭയക്കേണ്ടുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. റഷ്യയുടെ മോളിൽ കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആണവ ബോംബ് തരാമെന്നൊക്കെ പറയാം. അവിടെയാണ് അതാ പറയുന്നത്, നമ്മൾ ഇതെല്ലാം ഭയക്കേണ്ടുന്ന രാജ്യങ്ങൾ തന്നെയാണ്, അല്ല എന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ അമേരിക്കയുടെ ചില സ്ട്രാറ്റജികൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മറ്റൊരു കാര്യം, നമ്മൾ ഇത് ഭയക്കണം എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങൾ, അതായത് ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു യുദ്ധം നമ്മൾക്കൊന്ന് പരിശോധിച്ചാൽ മതി. ആക്രമണ രീതി, ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രയേലിലേക്ക് ഇറാൻ പ്രയോഗിച്ചു. കഴിഞ്ഞ ഒരാഴ്ച 3-4 തവണ ക്ലസ്റ്റർ ബോംബുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധങ്ങളാണ്. അത്ര മാരകമായിട്ടുള്ളതാണ്. മനുഷ്യ ശരീരത്തെ പൊള്ളിച്ചു കളയുന്ന, അസ്ഥി പോലും തുളച്ചു കളയാൻ ശേഷിയുള്ളതാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ. അപ്പോൾ ഈ ബോംബുകൾ പ്രയോഗിക്കുമ്പോൾ, അത് പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അത് 10-20 ബോംബുകളുടെ ഒരു കൂട്ടമായിട്ടാണ് ഒരു പ്രദേശത്ത് ചെന്ന് പതിക്കുന്നത്. അവിടെ മുഴുവൻ നാമാവശേഷമായി പോകും. അപ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ഇസ്രയേലിലേക്ക് പ്രയോഗിക്കുന്നു. അടുത്ത നിമിഷം തന്നെ വൈറ്റ് ഫോസ്ഫറസുകൾ ഇസ്രയേൽ ഇറാനിലേക്കും ലെബനനിലേക്കും പ്രയോഗിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ചില വിവരങ്ങൾ, തെളിവുകൾ ഉൾപ്പെടെ ഇരുകൂട്ടരും ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കറുത്ത മഴ പെയ്യുന്നു. അപ്പൊ അതായത് ഈ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രകൃതിക്ക് പോലും ദോഷം ചെയ്യുന്ന ആയുധങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. രാസായുധങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി പോലും നശിച്ചു പോകുകയാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് ഭരണകൂടം തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ അവിടുത്തെ ജനതയാണ് പക്ഷേ ചത്തു വീഴുന്നത് എന്നുള്ളതാണ് മറ്റൊരു വശം. അപ്പോൾ ഈ ആക്രമണം നടന്നതോടുകൂടി തന്നെ ലോകത്തിന് മനസ്സിലായി ഇരു രാജ്യങ്ങളുടെയും കയ്യിൽ ഇത്തരത്തിലുള്ള മാരകായുധങ്ങളുണ്ട്, രാസായുധങ്ങളുണ്ട്. രാജ്യത്തിനെയും ഇപ്പൊ നമുക്ക് അനുകൂലം പറയാനൊന്നും പറ്റില്ല. കാരണം ഇസ്രയേൽ നല്ലപോലെ തന്നെ ഇറാനെ ദ്രോഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇറാനിൽ കറുത്ത ആസിഡ് മഴ പോലെ പെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെയും കൂടെ നിൽക്കാനൊന്നും പറ്റില്ല. അല്ല, യുദ്ധം വരുമ്പോൾ നമ്മൾ നിഷ്പക്ഷതയായി നിൽക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മൾ ഏറ്റവും ഭയക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2025 ഇസ്രയേലും ഇറാനും തമ്മിൽ 12 ദിവസത്തെ ആക്രമണം നടന്നപ്പോൾ അന്ന് ഹൂതികൾ ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തി. അവര് ക്ലസ്റ്റർ ബോംബുകളാണ് പ്രയോഗിച്ചത്. അതായത് ഈ പറയുന്ന ഭീകര ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി സംഘടനകളുടെ കയ്യിലൊക്കെ എങ്ങനെ ക്ലസ്റ്റർ ബോംബുകൾ എത്തി? അതൊരു ചോദ്യമാണ്. അത് ഇറാൻ വഴി തന്നെ.
തന്നെ, സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യങ്ങളുടെ കൈകളിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ, ചെറു രാജ്യങ്ങളുടെ കൈകളിൽ ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ, ചെറു ഗ്രൂപ്പുകൾ, തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിൽ ഇത്ര ആയുധങ്ങൾ, ഇതൊക്കെയാണ് ഈ യുദ്ധം നടന്നതോടുകൂടി ലോകത്തിന് വെളിപ്പെട്ട ചില കാര്യങ്ങളാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആകെ പേടിക്കുന്ന കാര്യം എന്താണ്, ഈ ഡർട്ടി ബോംബ് പോലുള്ളത്. കാരണം ഇറാനിൽ ഇപ്പോൾ 440.9 കിലോഗ്രാം എന്ന് വെച്ചാൽ 972 പൗണ്ട് യുറേനിയം ഉണ്ട്. ഈ യുറേനിയം ഉപയോഗിച്ച് ആണവായുധം നിർമ്മിക്കുന്നതിന് സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഡർട്ടി ബോംബുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലസ്റ്റർ ബോംബുകൾ ഇവരുടെ കൈവശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇത്തരം വസ്തുക്കൾ കൈവശം വയ്ക്കുന്നത് കാരണം ഇറാൻ എപ്പോഴെങ്കിലും ഇത് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇസ്രയേലിലേക്കോ ഇത് ഉപയോഗിക്കുമോ? ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം ഇപ്പോൾ അവർ യുദ്ധം ചെയ്യുന്നത് ഇസ്രയേലിനോടല്ല, അമേരിക്കയിലേക്കുമല്ല, ചെയ്യുന്നത് മുഴുവൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണ ശുദ്ധീകരണശാലകളിലേക്കും എണ്ണ സംഭരണശാലകളിലേക്കും നേരെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരെന്തായാലും യുദ്ധം വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഒന്ന് കരുതിയിരിക്കുക തന്നെയാണ്. അല്ലെങ്കിൽ വളരെ ഒരു ലോകം ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാസ് പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസിന് വളരെയധികം ഷോർട്ടേജുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നെല്ലാം അടുത്ത കുറ്റി സിലിണ്ടറിന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും എടുക്കുന്ന പോലുമില്ല, ബീപ് ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ പല ഹോട്ടലുകളും അടയ്ക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. പല ഹോട്ടലുകളും ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണം എല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ക്യാൻറ്റീൻ വരെ നിശ്ചലമായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പല ഹോട്ടലുകളിലും മീൽസ് കൊടുക്കുന്നില്ല. ഇപ്പോഴും ഭക്ഷണത്തിന്റെ തന്നെ എല്ലാ മെനുവിലുള്ള എല്ലാ ഭക്ഷണങ്ങളും അവർ ഉണ്ടാക്കുന്നില്ല. ഗ്യാസ് നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വീടുകളിലേക്ക് ഗ്യാസ് കിട്ടിയാൽ പോലും ഹോട്ടൽ പോലുള്ള സ്ഥലത്തേക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം സെക്കൻഡ് സിലിണ്ടർ ഉള്ളവരാണെങ്കിൽ പോലും ആ ഗ്യാസ് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കിട്ടില്ലെങ്കിൽ നഗരങ്ങളിൽ താമസിക്കുന്ന ഗ്രാമങ്ങളിലുള്ളവർക്ക് വിറകടുപ്പുകൾ ഉണ്ടായിരിക്കാം. അതല്ലാതെ നമ്മളെ പോലുള്ള പട്ടണങ്ങളിലെല്ലാം താമസിക്കുന്ന ആൾക്കാർക്ക്, ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ യുദ്ധത്തിൻ്റെ മോശവശങ്ങൾ അനുഭവിക്കാൻ വരുമോ എന്നുള്ള പേടിയിലാണിപ്പോൾ. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.